ഏത് തന്നെ പ്രതിസന്ധി ആയിരുന്നാലും, ഏത് പ്രതികൂലമായിരുന്നാലും ഉറപ്പോടെ വിശ്വസിക്കുക, നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിന്റെ ശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന വേദഭാഗം സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായമാണ്. ദൈവിക പദ്ധതികളുടെ മഹത്വപൂർണമായ വെളിപ്പെടുത്തലുകൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് സെഖര്യാ പ്രവചനം. ബാബിലോണിലെ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഇസ്രായേൽ ജനം ദൈവത്തിന് ഒരു പുതിയ ജനമായി ഇസ്രായേൽ താനുങ്ങൾ മാറേണ്ടതിനും, തുടർന്ന് ആലയത്തിന്റെ പുനഃസ്ഥാപനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങളും അതിനായി ജനത്തെ ബലപ്പെടുത്തുന്ന വാക്കുകളും ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനോടുകൂടെ ചേർന്ന് വാഗ്ദത്ത മശിഹയുടെ വരവും താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം തൻ്റെ പുത്രന് നൽകുന്ന മഹത്വവും പുകഴ്ചയും എല്ലാം നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും. 8 ദർശനങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള ഈ പുസ്തകത്തിലെ 8-ാമത്തെ ദർശനമാണ് 6-ാമത്തെ അധ്യായത്തിൽ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അതിപ്രകാരമാണ് ഭൂമിയുടെ 4 അറ്റത്തേക്കും കടന്നു ചെല്ലുന്ന ദൈവമയക്കുന്ന 4 രഥങ്ങൾ. ഈ രഥങ്ങൾ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനായി കടന്നു പോകുന്നു. വടക്കേ ദേശത്തിലേക്ക് പോയത് ദൈവത്തിന്റെ ഹിതം നിറവേറ്റി എന്ന് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ സാധിക്കും. അതേ പ്രിയ ദൈവ പൈതലേ, നാം ഭൂമിയുടെ ഏത് മേഖലകളിലായിരുന്നാലും, ഏത് ലാൻഡ്സ്കേപ്പിലായിരുന്നാലും നാം ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുക. നാം ആയിരിക്കുന്ന എല്ലാ മേഖലയിലും നമ്മൾ വിശ്വസിക്കുന്ന, നമ്മെ വീണ്ടെടുത്ത കർത്താവ് സർവശക്തനായ ദൈവമാണ്. അത് ബാബിലോണിലാണെങ്കിലും അത് ഇസ്രായേലിലാണെങ്കിലും ഭൂമിയുടെ ഏതറ്റമായിരുന്നാലും ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഓരോ സ്ഥലങ്ങളിലും അത് മാറി മാറി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നാം അനുഭവിച്ച പ്രതിസന്ധിയല്ല ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് നാം കാണുന്ന പ്രതിസന്ധിയല്ല നാളെ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഏത് തന്നെ പ്രതിസന്ധി ആയിരുന്നാലും, ഏത് പ്രതികൂലമായിരുന്നാലും ഉറപ്പോടെ വിശ്വസിക്കുക, നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ എല്ലാത്തിലും നമ്മൾക്ക് വിജയം നൽകിത്തരും. ഒറ്റ കാര്യം മാത്രം, നാം വിശ്വസ്തയോടെ ഉറപ്പോടെ അവൻ്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക, അവൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായി മാറുക. 2-ാമത് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അന്നുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത, അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു സാഹചര്യം. അതിപ്രകാരമാണ്. അത് നമ്മൾക്ക് മൽക്കിസദേക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പുരോഹിതനും രാജാവുമായി ഒരു വ്യക്തി വരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ രാജാവും പുരോഹിതനും എല്ലാം വ്യത്യസ്തമായ വ്യക്തികളാണുള്ളത്. എന്നാൽ ഇതാ ഇവിടെ ഒരുവൻ, ബ്രാഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഇവിടെ തന്നിൽ ഇതാ പൗരോഹിത്യവും രാജത്വവും ഒന്നിച്ച് വെളിപ്പെടുന്നു. നമുക്കറിയാം, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അത് മാത്രമല്ല, ഹല്ലേലൂയ, നാം തിരിച്ചറിയണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാവും താൻ മഹാപുരോഹിതനുമായി നിലകൊള്ളുന്നതിനോടൊപ്പം തന്നെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത നമ്മെ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി ചേർത്തു പണിയുമ്പോൾ നാമും അവൻ്റെ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഹല്ലേലൂയ! എത്ര മഹത്വകരമായ പദവിയാണ് കർത്താവ് തൻ്റെ മരണ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് നൽകിത്തന്നത്. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, പ്രധാന ശില്പിയായി നമ്മുടെ കർത്താവ് നമ്മെ പണിയുമ്പോൾ ഒരു ഉത്തരവാദിത്തം നമ്മുടെ മേലുണ്ട്. നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ഹിതമറിഞ്ഞുകൊണ്ട് ദൈവവചനത്തെ അനുസരിച്ച് നമ്മുടെ ജഡത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും വിട്ടകന്നുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ച് രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനമായി ഈ ദേശത്ത്, ഈ രാജ്യത്ത് നാം നിലകൊള്ളുക. അവന്റെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവന്റെ വെളിച്ചമായി നമ്മൾ നിൽക്കുക.
നമ്മോടുള്ള ഈ ദൈവിക ഉദ്ദേശത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ അത് മനസ്സിലാക്കി നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവവചനത്താൽ ഈ ദൈവിക ഉദ്ദേശത്തെ പൂർത്തീകരിപ്പാൻ ഉത്സാഹമുള്ളവരായി കർത്താവിന്റെ വരവനായി കാത്തിരിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.